സൂറത്തിന്റെ പേര് അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ അങ്കബൂത്തിന്റെ അർത്ഥം എന്താ? ടോൾബൂത്ത. അങ്കബൂത്തിന്റെ അർത്ഥം എന്താ? ചിന്തിക്ക്, ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഖുർആനാണ് പറയുന്നത്. അൻകബൂത്തിന്റെ അർത്ഥം, ഈ ഖുർആൻ അസ്ട്രോണമിയും ജോഗ്രഫിയും ആകാശവും ഭൂമിയും മാത്രമല്ല പറഞ്ഞത്, ഖുർആൻ നമ്മളോട് സംവദിക്കുകയാണ്. അങ്കബൂത്ത് എന്ന് പറഞ്ഞാൽ ചിലന്തി. വിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും നിസ്സാരമായൊരു ചിലന്തിയുടെ പേര് രവിചന്ദ്രനും തെരുവത്തും ഒക്കെ പറയുന്നത് പോലെ ഇത്രയും വലിയ ഒരു ഗ്രന്ഥത്തിൽ ചിലന്തിയെ കുറിച്ച്, ഉറുമ്പിനെ കുറിച്ച്, അത് പടച്ചവൻ പറഞ്ഞത് വെറുതെയല്ല എന്ന് ചിന്തിക്കാൻ കഴിയണ്ടേ? അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ചിലന്തി എന്നാണ്. ആ സൂറത്തിൽ അള്ളാഹു ഒരു ആയത്ത് പറയുന്നുണ്ട്. ഖുർആനെ കുറിച്ച് പറയുമ്പോൾ വിശാലമായി പറയണം, അതിനുള്ള സമയം വേണം. സഹോദരങ്ങളെ, ഇന്നല്ലദീന തഖദു മസലുല്ലദീന തഖദു മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത്ത് ഇത്തഖദതു ബൈതാ ഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്. അല്ലാഹു വല്ലാത്തവരെ സംരക്ഷകരായി സ്വീകരിക്കുന്ന ആളുകൾ, അവരുടെ ഉപമ, അവരുടെ അങ്കബൂത്ത് ചെലന്തിയുടെ വീടിനെ പോലെയാണ്. അവര് ചെലന്തിയുടെ വീട് പോലെയാണ്. ഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചെലന്തിയുടെ വീടാണെന്ന് വിശുദ്ധ ഖുർആൻ. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ആരുടെ വീടാ? നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഇരിക്കുന്ന വീട് ഏത് സമയത്തും പൊളിച്ചിരിക്കാം. ദേശീയ അല്ല മനുഷ്യന്മാരെ, അല്ല പറയാൻ, നിങ്ങൾ ഖുർആൻ പഠിച്ചോളീൻ. ഇതാണ് ഇത് ജീവിക്കുന്നവരോടാണ് സംവദിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചെലന്തിയുടെ വീടാണ്. എന്തുകൊണ്ട്? ഞാൻ ഗൂഗിൾ നോക്കണം. എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചെലന്തിയുടെ വീടായത്? നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും നേർത്ത നാരുകൊണ്ട് നമ്മൾ നോക്കിയാൽ ഒരു ഗുഹാമുഖത്തൊരു ചെലന്തി പോയിരുന്ന് അതിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന പശ കൊണ്ട് ലോകത്തിലെ ഒരു സെമിറ്റിക് എഞ്ചിനീയറിൻ്റെ കരവൈദഗ്ധ്യത്തെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ ഇഴകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമീകരിച്ച് ആ ഇഴകളിൽ തമ്മിൽ സമീകൃത അകലമുണ്ടാക്കി വളരെ വലിയ, വളരെ മനോഹരമായ ഒരു വല നിമിഷ നേരം കണ്ടുണ്ടാക്കും ചിലന്തി. ആ ചിലന്തി ഉണ്ടാക്കുന്ന വീടിൻ്റെ നൂലിഴകൾ പോലും പരസ്പരം ഒരേ അകലത്തിലാണ് ആ നൂലിഴകൾ ഉണ്ടത്. കാണാൻ വളരെ മനോഹരമാണ്. ആ മനോഹരമായ വീട് കാറ്റൊന്നടിച്ചാൽ, വിരലൊന്ന് തൊട്ടാൽ ആ സമയത്ത് ചിലന്തിയുടെ വീട് പൊട്ടിപ്പോവും. അപ്പൊ ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ഏതാ? ചിലന്തിയുടെ വീട്. ഇതാണ് നമ്മൾ പണ്ട് മുതലേ പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഖുർആൻ അങ്ങനെയൊന്ന് സമീപിച്ചാൽ വഴങ്ങുന്ന ഒരു ഗ്രന്ഥമല്ല, ഇത് ലോക സിട്ടാവിന്റെ ഗ്രന്ഥമാണ്. അതിന്റെ അർത്ഥം അങ്ങനെയല്ല. പൊന്നു സഹോദരങ്ങളെ, ചെലന്തിയുടെ വീടുണ്ടാക്കുന്നത് ആൺ ചെലന്തിയാണ് വീടുണ്ടാക്കുക, അല്ല പെൺചലന്തിയാണ് വീടുണ്ടാക്കുക. ഇത്തഖദതു ബൈതാ, ഇത്തഖദതു ബൈതാ. ഖുർആൻ പറഞ്ഞു ഇത്തഖദത്ത് എന്ന്. ഫീലിൽ താഉ വന്നാൽ ഫായിൽ മുഅന്നസാൻ. അതിന്റെ അർത്ഥം പെൺചലന്തിയാണ് വീടുണ്ടാക്കുന്നത്. നമ്മളെ മാതിരി ആണുങ്ങളല്ല വീടുണ്ടാക്കുക. ചലന്തി കൂട്ടങ്ങളിൽ ആണുങ്ങൾ സഹായിക്കും, പെണ്ണ് വീടുണ്ടാക്കും, പെൺചലന്തി വീടുണ്ടാക്കും. ആ വീട് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ, അത് പൂർത്തിയായി ആവശ്യം കഴിഞ്ഞാൽ പെൺചലന്തി ആൺചലന്തിയെ കൊല്ലും. എന്നിട്ട് പെൺചലന്തിയും മക്കളും കൂടി ആ വീട്ടിൽ, ആ വലയിൽ താമസം തുടങ്ങും. കുറെ കഴിയുമ്പോൾ ഈ മക്കളെല്ലാവരും കൂടി പെൺചലന്തിയെ, അമ്മയെ കൊല്ലും. ഇങ്ങനെ. അതുകൊണ്ടാണ് ഏത് ചലന്തി വലയെടുത്താലും അതിനകത്തൊരു ചലന്തി ചത്തു കിടക്കുന്ന കാണാം. അത് ആൺചലന്തിയാണ്. വീടുണ്ടാക്കാൻ വേണ്ടി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട ആൺചലന്തി. ഇവിടെ 3 കാല് ചക്രത്തില് ആട്ടോ ഓടിച്ച ചലന്തി, ആൺചലന്തി. അവസാനം ഈ ആൺചലന്തിയെ കൊന്ന് ഇങ്ങനെ പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ, മാതാക്കളും മക്കളും തമ്മിൽ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട ഏറ്റവും ദുർബലമായ കുടുംബ വ്യവസ്ഥിതി അത് ചിലന്തിയുടെ വ്യവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്. നമ്മൾ ഈ ആയത്ത് എത്ര പ്രാവശ്യം ഓതി? നമ്മുടെയൊക്കെ നമ്മളൊന്നിങ്ങനെ നടന്നു പോയാൽ പല വീടുകളും ചിലന്തിയുടെ വീടാ.
മുഗൾ രാജവംശത്തിന്റെ ശില്പജാതിരിയെ തോൽപ്പിക്കുന്ന കോൺക്രീറ്റ് സൗധങ്ങളുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ രാവിലെ കടപ്പറയിൽ ഭാര്യയും ഭർത്താവും മക്കളും അടക്കം 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലുവയിൽ കണ്ടെത്തി, എറണാകുളത്ത് കണ്ടെത്തി. മിക്കവാറും വീടുകൾ ചെലന്തികളുടെ വീടായി മാറുമ്പോ അള്ളാഹു അങ്കബൂത്ത് എന്നത് പേര് കൊടുത്തത് നമ്മളെ കുടുംബജീവിതം പഠിപ്പിക്കാനാണ്. നമ്മൾ ഈ ആയത്ത് എത്ര ഹത്തോതി, നമ്മൾ ഹത്ത ഓതുന്നതൊക്കെ അടിപൊളിയാണ്. ഫസിൽ മുത്തന ഫിസൂൻ, നമ്മുടെ ഓതൽ എങ്ങനെയാണ്? നമ്മൾ യാസീൻ ഓതിയ മത്തങ്ങയുടെ വള്ളിമാരിയാണ്. ഒരു മുബീനി തുടങ്ങി അടുത്ത മുബീനി തന്നെ വീണ്ടും വരും. സഹോദര, ഖുർആന്റെ ഘടന എങ്ങനെയാണ്? ഞാനൊരു ഗവേഷണത്തിന്റെ ഒരു ജാലകവിരി നിങ്ങളുടെ മുമ്പിലോട്ട് തുറന്നു തരികയാണ്. ഈ ഖുർആൻ നിസ്സാരമല്ല. ഈ ഖുർആന്റെ സൂറത്തുകള്, ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹ, അത് ഖുർആന്റെ പ്രവേശികയാണ്. അത് കഴിഞ്ഞാൽ സൂറത്തുൽ ബക്കറ. ബക്കറ കഴിഞ്ഞാൽ മുത്തലിങ്ങളല്ല, നിങ്ങളൊന്ന് പറയും അലൈസ മിൻകും റജുലുൻ റഷീദ്. ബക്കറ കഴിഞ്ഞാൽ ആല ഇമ്രാൻ കഴിഞ്ഞാൽ അന്നിസ കഴിഞ്ഞാൽ മാഇദ. ഇതൊക്കെ കേവലം യാദൃശ്ചികതയിൽ വെക്കപ്പെട്ടതാണോ? ഒരു സൂറത്ത് കഴിഞ്ഞ് അടുത്ത സൂറത്ത് വെച്ചതിൽ, ആ സൂറത്ത് കഴിഞ്ഞ സൂറത്ത് വെച്ചതിൽ അള്ളാഹു നമ്മളെ കുടുംബം പഠിപ്പിക്കുകയാണ്. അൽ ബക്കറ. ബക്കറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാൽക്കാലി. ഖുർആനിലെ ആദ്യത്തെ സൂറത്തിന്റെ പേര് നാൽക്കാലി, അവസാനത്തെ സൂറത്ത് അന്നാസ്, മനുഷ്യൻ. ഒരാൾ ബക്കറയിൽ നിന്ന് തുടങ്ങുമ്പോൾ അവന് നാൽക്കാലിയുടെ സ്വഭാവമാണെങ്കിൽ അന്നാസ് ഓതി തീരും അവൻ പൂർണ്ണ മനുഷ്യനായി മാറണം. ഇതാണ് ഖുർആന്റെ സന്ദേശം. അൽ ബക്കറ, നാൽക്കാലി. ബക്കറ നാൽക്കാലി. നാൽക്കാലിയുടെ പ്രത്യേകത എന്താ? നാൽക്കാലികൾ കല്യാണം കഴിക്കാറില്ല. ആ നാൽക്കാലികളുടെ ഇടയിൽ വിവാഹമില്ലാത്തത് കൊണ്ട് പലപ്പോഴും ആ ജീവിവർഗം തന്നെ ഇല്ലാതായി പോകും. അള്ളാഹു പറയാണ് അൽ ബക്കറ, നാൽക്കാലി. എന്നിട്ട് അള്ളാഹു അടുത്ത സൂറത്ത് ആലു ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബം. അള്ളാഹു പറയാണ് മനുഷ്യ, നീ നാൽക്കാലിയെ പോലെ തോന്നുന്ന സമയത്ത് ഭോഗിച്ചും തോന്നുന്നവളെ പോലെ കടന്നും ഇപ്പോഴത്തെ ലിവിങ് ടുഗദർ പോലെ നീ അങ്ങനെ ജീവിക്കേണ്ടവനല്ല. ആലു ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബം പോലെ ഹലാലായ രീതിയിൽ ഒരു ഭാര്യയെ വിവാഹം കഴിച്ച് നീ കുടുംബമായി ജീവിക്കേണ്ടവനാണ്. അടുത്ത സൂറത്തു നിസാ. നിസായിന്റെ പേര്, നിസായിന്റെ അർത്ഥം സ്ത്രീ. ഒരു കുടുംബം രൂപാന്തരപ്പെടുന്നത് ഒരു സ്ത്രീയിലൂടെയാണ്. മക്കളുണ്ടാകുന്നത്, ജനനമുണ്ടാകുന്നത് അതൊരു സ്ത്രീയിലൂടെയാണ്. അടുത്ത സൂറത്തുൽ മാഇദ. ആ സ്ത്രീ വിളമ്പി വെക്കുന്ന ആഹാരത്തിന്റെ ചുവട്ടിലാണ് ഒരു കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുക. ഇങ്ങനെ ചിന്തിച്ചാൽ നിസ്സാരമെന്ന് തോന്നുന്നത് പോലും വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഖുർആൻ ഒന്ന് പഠിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഖുർആൻ ഒന്ന് പഠിക്കണമെന്ന്, ഈ ഖുർആൻ ഒന്ന് ഗവേഷണം ചെയ്യണമെന്ന് ഞാൻ എൻ്റെ ചിന്തകളെ നിങ്ങളോട് പറയണം. ഞാൻ പറയണ മനസ്സിലാവണുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് നാടകം ഇഷ്ടമാണോ? സിനിമ ഇഷ്ടമാണോ? ഓരോ സിനിമയുടെ കഥാപാത്രങ്ങളെ എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ സ്വീകരിക്കാം. മമ്മൂട്ടിയുടെ ചെറുപ്പക്കാരെ നിങ്ങളോടാണ്. സ്ത്രീകൾ ധാരാളം ഉണ്ട്. വാത് പറയണേ ഉസ്താദേ എന്ന് പറഞ്ഞു. വാതൊക്കെ സമയമുണ്ടേ പറയാം. പക്ഷേ എനിക്കെൻ്റെ ഹക്ക് പറയേണ്ടതുണ്ട്. 2010 ഈ സ്ഥാപനത്തിന് തറക്കല്ലിടുമ്പോൾ അൽഫാഹദിക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആ മനുഷ്യൻ ഇതിൻ്റെ പ്രതിഫലം ഖബറിലിരുന്ന് ആസ്വദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരേ ഒരാഗ്രഹം ഈ ഖുർആനിനെ ലോകത്തോട് പറഞ്ഞു കൊടുക്കലായിരുന്നു. ഓരോ സ്ഥാപനത്തിൻ്റെ പുറകിലും അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മൾ പഠിക്കണ്ടേ? അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മൾ പഠിക്കണം. സഹോദര, എൻ്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ ആരായിരുന്നാലും ഖുർആൻ കഴിഞ്ഞിട്ടേ ലോകത്ത് വേറെ ഏതുമുള്ളൂ. ഈ ഖുർആനെ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ KPSCയുടെ നാടകം കണ്ടിട്ടുണ്ട്, നാറാണത്ത് ഭ്രാന്തൻ. കേരളത്തിലെ റൊമാൻറ്റിക് ഭാവനകളെ അത്ഭുതപ്പെടുത്തിയ ഒരു കഥാപാത്രമാണ് നാറാണത്ത് ഭ്രാന്തൻ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കരിങ്കല്ല് മലയുടെ മുകളിലേക്ക് ഉരുട്ടിക്കയറ്റിയിട്ട് ആ മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ സന്ധ്യയാകുമ്പോൾ ആ ഉരുട്ടിക്കയറ്റിയ കല്ല് താഴോട്ട് ഉരുട്ടി വിട്ടിട്ട് അയാൾ കൈകൊട്ടിച്ചിരിക്കും. നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നാടകലോകത്ത് വളരെ സുപരിചിതമാണ്. അത് കേട്ട് അത്ഭുതപ്പെട്ട ചെറുപ്പക്കാരോട് അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വലാ തകൂനൂ കല്ലതീ നകലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിന അൻകാസാ. കല്ലത്തി, ഒരു പെണ്ണിനെ പോലെ നിങ്ങളാവരുത്.
നക്കലത്ത് ഗസിലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാദാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂലിങ്ങനെ ചുറ്റിയിട്ട് വൈകുന്നേരം ആ ചരക്കയെ തിരിച്ച് കറക്കിയിട്ട് നൂലഴിച്ച് കളയുന്ന പെണ്ണിനെ പോലെ നിങ്ങളാവരുതേ. ഖുർആൻ. നാരായണത്ത് ഭ്രാന്തൻ എവിടെ നിന്ന് വന്ന? നാരായണത്ത് ഭ്രാന്തനൊക്കെ പറയുന്നതിന് മുമ്പേ വലാ തക്കൂനു കല്ലത്തി നക്കലത്ത് ഗസ്ലഹാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് ചുറ്റിയിട്ട് വൈകുന്നേരം അത് തിരിച്ച് കറക്കി കളയുന്ന പെണ്ണിനെ പോലെ നിങ്ങളാവരുത്. ഖുർആൻ. എന്തേ മോനെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നാത്തത്? നമുക്കിതിപ്പോഴും ഈ ഖുർആൻ വേറെന്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ആ ചിന്തകളിൽ നിന്ന് നമ്മൾ മാറണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇനിയും പറയാൻ ഒത്തിരി ഉണ്ട്, ധാരാളം ഉണ്ട്. പറയണോ? അല്ലാ, നമുക്ക് കുഴയില്ല, സമയമില്ല. ഇനിയുണ്ട് ധാരാളം പറയാൻ. ഞാനൊക്കെ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് പണ്ട് കാലത്ത് രാമായണ മഹാഭാരത സീരിയൽ ദൂരദർശനിലുണ്ടായിരുന്നത്. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്നത്തെ കാലത്ത് ദൂരദർശനിൽ മഹാഭാരതത്തിന്റെ സീരിയലുണ്ട്. നിങ്ങൾക്ക് സീരിയൽ സിനിമയും ഇഷ്ടമാണെങ്കിൽ മഹാഭാരതത്തിൽ ഒരു രംഗമുണ്ട്. കൗരവരുടെ വീട്ടിലോട്ട് പാണ്ഡവരുടെ പുതുതായി കഴിച്ച വീട്ടിലേക്ക് കടന്നു വരുന്ന സഹോദരങ്ങളായ കൗരവർ അവരെ കയറി വരുമ്പോൾ ഫ്രണ്ടിൽ ഒരു വലിയ തടാകം ഇങ്ങനെ ഒഴുകി പോകുന്നു. അത് തടാകമാണെന്ന് കരുതിയിട്ട് ഈ കൗരവർ അവരുടെ വസ്ത്രങ്ങൾ ഇങ്ങനെ പൊന്തിച്ചു. അപ്പുറത്ത് നിന്നിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, അത് തടാകമല്ല, അതിൻ്റെ താഴെ തടാകവും മുകളിൽ സ്ഫടികവുമാണ്, അതിൻ്റെ മുകളിലൂടെ നടന്നു വന്നോളൂ എന്ന്. അതൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നിന്ന ആളുകളാണ് നമ്മൾ. സൂറത്തിനുള്ളിൽ അല്ലാഹു ബൽക്കീസ് രാജ്ഞിയുടെ കഥ പറയുന്നുണ്ട്. സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലോട്ട് കടന്നു ചെല്ലുമ്പോ ആ കൊട്ടാരത്തിന് മുമ്പിലെത്തിയ ബൽക്കീസ് രാജ്ഞി ഫലമ്മാ റഅതുഹു ഹസിബതുഹു ലുജ്ജതൻ വകസഫത അൻ സഖൈഹാ, ഒഴുകുന്നൊരരുവി കാണുമ്പോ അത് അരുവിയാണെന്ന് പറഞ്ഞ് ബൽക്കീസ് രാജ്ഞി തന്റെ വസ്ത്രം ഇങ്ങനെ പൊന്തിച്ചപ്പോ മറുഭാഗത്ത് നിന്ന് സുലൈമാൻ നബി പറയുന്നുണ്ട്, അത് വല്ല സ്ഫടികത്താൽ ഉണ്ടാക്കിയ ഒരു മൈതലത്തിന് താഴെയുള്ള പുഴയാണത്. അതുകൊണ്ട് ബൽക്കീസേ, കടന്നു വന്നാലും യാദൃശ്ചിക കഥകളെ വിശ്വസിക്കുകയും വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിച്ച ഈ കഥകളെ കുറിച്ച് ചിന്തിക്കാൻ എന്തേ മുസ്ലിം ഉമ്മത്തെ നിങ്ങൾ തയ്യാറായില്ല? അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ചെറുപ്പക്കാരോട് പറയാൻ ഒത്തിരി ഉണ്ടിരിയും. വൈക്കം മുഹമ്മദ് ബഷീർ മരിക്കുന്ന നേരത്ത് ഡോക്ടർ എം ലീലാവതി മലയാള മനോരമയിൽ ഒരു കുറിപ്പെഴുതുന്നുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സാഹിത്യത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചത് ഒറ്റ വാക്കാണ്, വെളിച്ചത്തിന് എന്തോ ഒരു വെളിച്ചം. വെളിച്ചത്തിന് എന്തോ ഒരു വെളിച്ചം. എവിടെന്നാ ബഷീർ അത് പറയുന്നത്? നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന്റെ മേൽ വെളിച്ചം. ഞാനിത് പറയുമ്പോൾ എന്തു പറഞ്ഞാലും ഇത് ഖുർആനാന്ന് പറയലല്ല. ഭൂമിയുടെ അവകാശികൾ എന്ന അദ്ദേഹത്തിനൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ മരത്തിൽ കിടക്കുന്ന പഴങ്ങൾ വവ്വാലുകൾ എന്ന് കൊത്തിത്തിന്നിട്ട് പോകുമ്പോ കാര്യസ്ഥം വന്നിട്ട് പറയുന്നുണ്ട് ജന്മിയോട്, അദ്ദേഹത്തിന്റെ നോവലാണ്, ഇവറ്റകളെയൊക്കെ വിഷം വെച്ച് കൊല്ലട്ടെ. അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട്, വേണ്ട വേണ്ട, അവരൊക്കെ നമ്മളെപ്പോലെ ജീവികളല്ലേ, അവർക്ക് ഭക്ഷണം അതല്ലേ ദൈവം വെച്ചിരിക്കാൻ. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി വലാ തായിരിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. ഈ ചിറകുകൾ കൊണ്ട് പറക്കുന്ന പക്ഷികൾ നിങ്ങളെപ്പോലൊരു സമുദായമാണ് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത്. വിക്ടർ യുഗോട് ഒരു നോവലിന്റെ ഇതിവൃത്തം സൂറത്തുൽ കഹ്ഫിലെ തോട്ടക്കാരന്റെ കഥയാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഇത്രയും വലിയൊരു ഗ്രന്ഥം കയ്യിലിരുന്നിട്ട് നമ്മളതിനെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരാണ് മനുഷ്യന്മാരെ? നമ്മൾ ആരാണ് ചെറുപ്പക്കാരെ? അള്ളാഹു നമുക്ക് ഖുർആൻ പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയും. ഇനി ഖുർആന്റെ ന്യൂമറിക് അത്ഭുതങ്ങളുണ്ട്, സയൻസിന്റെ അത്ഭുതങ്ങളുണ്ട്, ധാരാളം അത്ഭുതങ്ങളുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് എപ്പോഴേലും ഒക്കെ ചർച്ച ചെയ്യാം. 1 മുതൽ 10 വരെ നമ്മളെ എണ്ണാൻ പഠിപ്പിച്ചാരാ? നമ്മളെ 1 മുതൽ 10 വരെ എണ്ണാൻ പഠിപ്പിച്ചാരാ? നിങ്ങൾ എന്നെ തുറച്ചു നോക്കണം. നമ്മൾ തമ്മിൽ എത്രയോ വർഷത്തെ പരിചയമുണ്ട്. അന്ന് ഇഫ്ള് കോളേജിന് പൈസ തന്ന ആളുകൾ വരെ എനിക്കിപ്പോഴും കാണാപ്പാടമാണ്. അന്ന് ചോദിച്ച സമയത്തൊക്കെ തന്ന ധാരാളം ആളുകളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഗുണം അന്ന് ഞാൻ പറഞ്ഞിരുന്നു, 100 കണക്കിന് ഹാഫിളുകളെതിരെ ഫാരിഗായി പോകും. അന്നൊന്നും ബഷീർ സാറ് എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞില്ല.
ഇന്നിപ്പോ നമ്മൾ കാണുകയാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ പറയും. മന്നാന് നടന്നു പറയണ അതിന്റെ അർത്ഥം നിർത്താൻ സമയമായി എന്നാണ്. അത് എനിക്കുള്ളൊരു സിമ്പലാണ്. ഒരു യൂണിയനുള്ളവർക്കല്ലേ കാര്യം മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വന്നാൽ നിർത്താൻ സമയമായി എന്നാണ്. നമ്മളെ 1 മുതൽ 10 വരെ എണ്ണാൻ പഠിപ്പിച്ചാലേ LKG അധ്യാപകരല്ലേ? ആണല്ലോ, ഉറപ്പാണല്ലോ. 1, 2, 3 എണ്ണി പഠിച്ചതാരാ? എന്നാ നിങ്ങളൊന്ന് എണ്ണാൻ തുടങ്ങ്. 1 മുതൽ 10 വരെ അറബിയിൽ എണ്ണ അറിയോ? വാഹിദ്, ഇസ്നൈൻ, സലാസ് അറിയാവോ? എന്നാലൊന്ന് എണ്ണിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫദ്ഉ ഇലാ തആമിൻ വാഹിദ്. വാഹിദ് 1. ഫാറസൽനാ സൂറത്തുൽ ബഖറ ഫാറസൽനാ ഇലൈഹിം ഇസ്നൈൻ. ഇസ്നൈൻ 2. സയഖൂൽ സൂറത്തു യാസീൻ. സയഖൂലൂന സലാസത്തുന സലാസ 3. സൂറത്തുൽ കഹ്ഫ് ഫഖുദ് അർബഅതൻ മിനത് ത്വയ്ർ 4. സൂറത്തു ആല ഇംറാൻ സയഖൂലൂന ഖംസത്തുൻ 5. സൂറത്തുൽ കഹ്ഫ് അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ 6 അയ്യാം. 6. സൂറത്തുൽ ഖസസ് അല്ലദീ ഖലഖ 7 സമാവാതിൻ തിബാഖാ. അല്ലദീ ഖലഖ 7. സൂറത്തു നൂഹ് 8 അസ്വാജിൻ 8. സൂറത്തുൽ അറാഫ് വകാന ഫിൽ മദീനത്തി 9 റഹ്തിൻ 9. സൂറത്തുൽ ഖസസ് തിൽക അശറത്തുൻ കാമില 10. സൂറത്തുൽ ബഖറ. ഇനി ആരാ പഠിപ്പിച്ച്? ഞാൻ ഖുർആനിനെ വളരെ സരളമായി ഈ മനസ്സിലാകാത്തവരോട് പറയാൻ, ഖുർആന്റെ അഖീദയോ ഈമാനോ ഒന്നുമല്ല. ഇത് നമ്മുടെ ജീവിതത്തിലെ മാർഗദർശനമാകേണ്ട ഗ്രന്ഥമാണ്. തിൽക അശറ 10. ഇപ്പൊ ആരാ പഠിപ്പിച്ചത്? ഇന്നി റഅയ്തു 11 കൗകബ 11 11. ഇന്ന ഇദ്ദത്ത ശൂരി ഇൻദല്ലാഹി 12 തുടങ്ങി 1,00,000 വരെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ എൻ്റെ വാതിലോട്ട് തന്നെ പോകാൻ. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് സംസാരിക്കാൻ, വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോവാനല്ല. ഈ ഖുർആൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഹിസ്റ്ററിയിൽ ഒരു രാജ്യത്തെ പരിചയപ്പെടുത്തുമ്പോൾ എങ്ങനെയാ പരിചയപ്പെടുത്തുക? അതിൻ്റെ വിസ്തീർണം, അടുത്തത് പോപ്പുലേഷൻ, ജനസംഖ്യ, അല്ലേ? അങ്ങനെയല്ലേ? ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇന്ത്യ, വിസ്തീർണം, ജനസംഖ്യ. ഒരു രാജ്യത്തെ പരിചയപ്പെടുത്തുമ്പോൾ പ്രധാനപ്പെട്ടത് ജനസംഖ്യയാണെന്ന് പരിചയപ്പെടുത്തിയത് ഖുർആനാണ്. ഇന്ന യൂനുസ ലമിനൽ മുർസലീൻ ഫഅർസൽനാഹു ഇലാ 100,000 ഔ യസീറൂൻ. യൂനുസ് നബിയെ നീനവ എന്ന സ്ഥലത്തേക്ക് ഞാൻ പറഞ്ഞു വിട്ടു. അവിടുത്തെ ജനസംഖ്യ ഫഅർസൽനാഹു ഇലാ 100,000 ഔ യസീറൂൻ 1,00,000 അതിലധികവുമായിരുന്നെന്ന് വിശുദ്ധ ഖുർആൻ. ഇലാ 100,000 1,00,000 അവിടുത്തെ ജനസംഖ്യ. സഹോദര സഹോദരി, ഞാനേറെ നിങ്ങളോട് പറയാനുള്ള സമയം എനിക്കില്ല. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, ഈ 14-15 കുട്ടികളെ ഹാഫിളീങ്ങളാകുമ്പോ അവര് കോഴിയറുക്കാൻ പഠിച്ചെന്ന് നിങ്ങൾ കരുതണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ പരമവിജ്ഞാനത്തിന്റെ കവാടത്തിലേക്ക് കാലെടുത്തു വെച്ച മഹാപ്രതിഭകളാണ് ഈ ഹാഫിളീങ്ങൾ. അള്ളാഹു നമുക്ക് ഖുർആൻ ഓതാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഖുർആൻ മനസ്സിരുത്തി ഓടാൻ ആട്ടം മുതൽ ആഖിറം വരെ, പരലോകം മുതൽ പരമാണു വരെ ഈ ലോകത്തോട് പറഞ്ഞതാണ് ഖുർആൻ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒന്ന് പഠിക്കൂലേ ഖുർആനെ കുറിച്ച്? പഠിക്കൂലേ? ഇതൊക്കെ പഠിപ്പിക്കാം. ഈ വിനീതന് ഒരു സ്ഥാപനമുണ്ട്, ഹംദാൻ ഫൗണ്ടേഷൻ. നമ്മുടെ ഡോക്ടർ ഉമർ ഷിയാബ് അവിടെ വന്നിട്ടുണ്ട്. എൻ്റെ വിദ്യാർത്ഥികളുടെ പ്രിയങ്കരനായ ഡോക്ടറാണ്. ഞങ്ങളുടെ സൈറ്റിൽ പോയാൽ ക്യൂപാത്ത് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ഖുർആൻ പഠിക്കാൻ ആർക്കും പഠിക്കാം. അതിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാം. ഈ ഖുർആന്റെ ആശയങ്ങൾ, ഖുർആന്റെ മഹാസാഗരങ്ങൾ, ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി. ഖുർആൻ ഇങ്ങനെയാണ്. ഒരർത്ഥം പറഞ്ഞാൽ അതിൻ്റെ പുറകെ വേറൊരർത്ഥം, വേറൊരർത്ഥം പറഞ്ഞാൽ വേറൊരർത്ഥം. ഇത് പറഞ്ഞാലും അവസാനിക്കാത്ത ഒരു വലിയ മഹാഗ്രന്ഥമാണ്.
فلا تعد ولا تحصى عجائبها ولا تسام على الإكثار بالسعم. അള്ളാഹു നമുക്ക് ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം നൽകട്ടെ. സമയായ സമയായ 15 മിനിറ്റ് കൂടെ തന്നേക്കാൻ. അവിടുത്തെ ദയാ വായ്പയിൽ അനുവദിക്കപ്പെട്ട 15 മിനിറ്റിൽ ഞാൻ പറയാൻ വന്നൊരു 3 കാര്യം കൂടെ പറഞ്ഞു പോകാം. ഖുർആനുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ ഇൻഷാല്ല ചെയ്യൂലേ? സമയം കുറവായതുകൊണ്ടാണ്. ഇൻഷാല്ല ചെയ്യൂലേ? ചെയ്യുന്ന ഉറപ്പുള്ളവരൊക്കെ ഒന്ന് ഇൻഷാല്ല പറയും, ഉറക്കെ പറയും. എന്നിട്ട് പറഞ്ഞവരൊക്കെ ഒന്ന് കൈപൊക്കി, ഒന്ന് കൈയുള്ളവരൊക്കെ പൊക്കി മാഷാല്ല ഇരി. ഒന്നല്ല 6 മണിക്ക് വന്നതല്ലേ, കൈയൊന്നൊക്കെ ഉയർത്തുമ്പോൾ നമുക്കൊരു ചെറിയ ഒരു റീഫ്രഷ്മെന്റ് കിട്ടും. അതാണല്ലോ നിസ്കാരം. ഓടി വന്നിട്ട് ചുമ്മാ അൽഹംദു ഓതിയാ പോരാ, അല്ലാഹു അക്ബർ കൈയൊന്ന് പൊക്കുക, എന്നിട്ട് താഴ്ത്തുക. അപ്പോൾ ഏകാഗ്രത കിട്ടും. കൈ ഇങ്ങനെ അല്ലാഹു വെക്കുമ്പോൾ ഇങ്ങനെ പൊക്കുമ്പോൾ അല്ലാഹു അല്ലാത്ത എല്ലാത്തിനെയും പുറം കൈ കൊണ്ട് വെളിയിലോട്ട് കളയണമെന്നാണ്. അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാനെ മാത്രം ചേർത്ത് പിടിക്കണമെന്നാണ്. നമ്മൾ അല്ലാന്ന് പറയുമ്പോൾ അള്ളാനെ നേരെ തട്ടി വെളിയിൽ കളയും. അക്ബർ എന്ന് പറയുമ്പോൾ സകലമായ ചിന്തകൾ ഹൃദയത്തിൽ വരും. നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ, റിവേഴ്സ് സൈക്കിളാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഈ ഖുർആൻ ഓതുന്നത് പോലെ ഒന്ന് സഹോദരാ എണ്ണിപ്പിടിച്ചോളൂ. പാതിരാ സമയത്ത് ഖുർആൻ മനസ്സറിഞ്ഞോതുക. ഒന്ന് രാത്രിയിൽ. രണ്ടാമത്തെ സമയം ഖുർആൻ ഓതേണ്ട രണ്ടാമത്തെ സമയം. എന്തിട്ട് മനുഷ്യന്മാരോടൊപ്പ ഇത്? ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞ ഒരു മനോഹര സമയമുണ്ട്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ആ സുബഹി നമസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ഖുർആൻ ഓതണേ. ആ ഖുർആൻ നാളെ പരലോകത്ത് നിങ്ങൾക്ക് സാക്ഷിയായി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ ആ ഖുർആനിനെ സുബഹി കഴിഞ്ഞിട്ടൊരൽപ്പനേരം പള്ളിയിലിരിക്കുക, നേരത്തെ എഴുന്നേറ്റ് പോവാതിരിക്കുക. ഒരൽപ്പനേരം നിങ്ങൾ ഖുർആൻ ഓതുക. ആ ഖുർആൻ നാളെ പരലോകത്ത് നിങ്ങൾക്ക് സാക്ഷിയാണ്. മീസാൻ എന്ന ത്രാസിന്റെ മുമ്പില്, ഹിസാബ് എന്ന ഭയക്കുന്ന ലോകത്ത്, നരകത്തിന്റെ കത്തിക്കാളുന്ന തീയുടെ മുമ്പില് കാനം മശ്ഹൂദാ, ഈ ഖുർആൻ നിങ്ങൾക്ക് വലിയൊരു സാക്ഷിയായി വരുമേ. അതുകൊണ്ട് സുബഹിക്ക് ശേഷം ഖുർആൻ ഓതുക. മൂന്നാമത്തെ കാര്യ സഹോദരാ, ഖുർആൻ പറയുന്നിടത്ത് നമ്മുടെ ജീവിതത്തെ നിർത്തുക. മൂന്നാമത്തെ കാര്യം ഓതൽ മാത്രമല്ല, അതനുസരിച്ച് അമൽ ചെയ്യുക. ഖുർആൻ എന്താണോ നമ്മളോട് പറഞ്ഞത് അതേപോലെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. മൂന്നാമത്തെ കാര്യം പാരായണം മാത്രമല്ല പ്രവൃത്തിയിൽ ഉണ്ടാവുക. മഹാനായ ഉയൈന റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ്. ആരാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു? പ്രസംഗം കേട്ട് നന്നായതല്ല, സൈക്കോളജി കേട്ടതല്ല, എവിടെയെങ്കിലും പോയി ഒറ്റക്കിരുന്നതല്ല. ഊരിപ്പിടിച്ച വാളുമായിട്ട് പ്രവാചകരെ കൊല്ലാൻ പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട സഹോദരി ഒരായത്തോതിയപ്പോ ആ ഒരട്ടായത്ത് ഹൃദയത്തിലോട്ട് തുളച്ചു കയറി ഖുർആന്റെ വെളിച്ചത്തിലേക്ക് വന്ന ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന നേരം ഉയൈന റളിയല്ലാഹു അൻഹു ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു അത്രേ, ഉമറിനോട് എനിക്കൊന്ന് സംസാരിക്കണം, സമയം വാങ്ങിക്കുമോ? ഹിർറത്ത് ബിൻ ഹുസൈൻ പറഞ്ഞു, എനിക്ക് ധൈര്യമില്ല, ഉമർ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് റളിയല്ലാഹു അൻഹു. അവസാനം ഒരു സമയം അനുവദിച്ചു. ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉയൈന റളിയല്ലാഹു അൻഹുവും കൂടി ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലെത്തി. സമയം കിട്ടി, അപ്പോയിന്റ്മെന്റ് കിട്ടി. ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു മാറിയുന്നു. ഉയൈന റളിയല്ലാഹു തആല മക്കയിലെ, അന്ന് മദീനയിലെ വലിയ കുടുംബക്കാരനാണ്. ഉമറിനോളം അത്യാവശ്യം ഇച്ചിരി ഗർവും കുടുംബ മഹിമയും ഒക്കെ ഉള്ള ആളാ. അങ്ങനെ ഒതുങ്ങണ ആളല്ല. ഉമർ റളിയല്ലാഹു അൻഹു വന്നിരുന്നു, ഉയൈന റളിയല്ലാഹു അൻഹു വന്നിരുന്നു. വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉയൈന ചോദിച്ചു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? വിട്ടുകൊടുത്തില്ല. ഈ ഒരേപോലെയുള്ള രണ്ടെണ്ണം തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴേ ഉണ്ടാകുന്ന ഒരു എന്താ പറയാന്, ഒരു ട്രാഫിക് ജാമുണ്ട്. രണ്ടുപേരും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുന്ന ആളുകളല്ല, ഒരേ പ്രകൃതക്കാരാ. ഉയൈന റളിയല്ലാഹു അൻഹു വലിയ കുടുംബക്കാരനാ. ഇരുന്നിട്ട് ചോദിച്ചു,
ഞാൻ ആരാന്ന് നിനക്കറിയാവോ? ഉമർ റളിയല്ലാഹു വിട്ടുകൊടുക്കോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ആരായാലും എനിക്കണ്ട. നീ ആരായിരിക്കണ്ട? ഇങ്ങോട്ട് ചോദിച്ചോലെ അങ്ങോട്ട്. എല്ലാവർക്കും ഒരു മനുഷ്യൻ അവൻ്റെതായ ഒരു പ്രകൃതി ഉണ്ടാവുമല്ലോ. അതേപോലെ ചോദിച്ചു, നീ ആരായാലും എനിക്കണ്ട. അപ്പോഴാണ് ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ പറച്ചില് പിടിച്ചില്ല. മദീനയിലെ ഏറ്റവും വലിയ കുടുംബക്കാരനായ എന്നോട് ഇങ്ങനെ നിസ്സാരമാക്കി പറയുന്നു. ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആരെന്നറിയോ? അനൽ കരീമു വബിനുൽ കരീമി വബിനുൽ കരീം. ഞാൻ മാന്യനാണ്, എൻ്റെ വാപ്പ മാന്യനാണ്, എൻ്റെ വാപ്പ അറിയപ്പെട്ട മാന്യനായ ആളാണ് എന്ന് തറവാട്ട് മഹിമ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തആല തിരിച്ചു പറഞ്ഞു, അത്രേ അന്തൽ ഖബീസ് വബിനുൽ ഖബീസ് വബിനുൽ ഖബീസ്. നീയും മോശമാണ്, നിന്റെ വാപ്പയും കെട്ടവനാണ്, നിന്റെ വാപ്പാന്റെ വാപ്പായും കെട്ടവനാണ്, മോശമാണെന്ന് ഉമർ റളിയല്ലാഹു തആല തിരിച്ചടിച്ചു. ഞാൻ മാന്യനാണ്, എൻ്റെ ഉപ്പാപ്പ മാന്യനാണ്, എൻ്റെ ഉപ്പാൻ്റെ ഉപ്പ മാന്യനാണ്. ഉമർ റളിയല്ലാഹു അന്തൽ ഖബീസ് വബിനുൽ ഖബീസ് വബിനുൽ ഖബീസ്. നീയും മോശമാണ്, നിന്റെ വാപ്പായും മോശമാണ്, നിന്റെ വാപ്പാന്റെ വാപ്പായും മോശമാണ്. സഹാബിയാണ്. ഓരോരുത്തരുടെ സ്വഭാവം നമുക്കറിഞ്ഞൂടെ. റമളാൻ മൊത്തം നമ്മൾ ഇബാദത്തിരിക്കും, തറാവീഹ് നിസ്കരിക്കും, ഇത്തിക്കാഫിരിക്കും, ദിക്ർ ചൊല്ലും. എന്നാൽ 27 അവന് ചോറ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അന്ന് വലിയ കിലാപത്ത് നടത്തും. ആ സമയത്ത് എനിക്ക് മാത്രം കിട്ടിയില്ലെങ്കിൽ എന്നെ അപമാനിച്ചു എന്ന് തോന്നുന്നു. എടാ, ഇവൻ ഇതെല്ലാം ചെയ്ത ആളല്ലേ എന്ന് ചോദിച്ചാൽ ഒരാളുടെ ഒരു ജിബില്ലത്തുണ്ട്, പ്രകൃതം, അത് ഏത് സമയത്തും പുറത്തു വരും. ഇത് കേട്ട ഉയൈന റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. ഉയൈന റളിയല്ലാഹു തആല ചോദിച്ചു, നിങ്ങൾ എങ്ങനെ പറയാൻ കാരണമെന്താ? ഉയൈന, നീ പറഞ്ഞത് നീ അന്തൽ കരീം വബിനുൽ കരീം വബിനുൽ കരീം എന്നല്ലേ? അങ്ങനെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതൊരേ ഒരാളെ കുറിച്ചല്ലേ? ഇബ്രാഹിം ഇബ്നു ഇസ്മാഈൽ ഇബ്നു യഅ്കൂബ് ഇബ്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ മഹാന്മാരെ കുറിച്ച് പറഞ്ഞ വാക്ക് നിന്നെ കുറിച്ച് നീ പറയുന്നത് എന്തിനാ എന്ന് ഉമർ റളിയല്ലാഹു തആല തിരിച്ചടിച്ചപ്പോ ഉയൈന റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റിട്ട് വല്ലാതെ ദേഷ്യത്തിൽ പറഞ്ഞു, അത്ര ഉമറേ, അല്ലെങ്കിലും ആളുകൾ പറയുന്നത് ശരിയാ, അന്തലാ തഅദിലു ഫിൽ ഖളായാ. നിന്റെ ഭരണത്തിൽ നീതിയില്ല ഉമറേ, നിന്റെ ഭരണം അനീതിയാണ്, നിന്റെ ഭരണം അഴിമതിയാണ് എന്ന് ഉയൈന റളിയല്ലാഹു തആല വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞപ്പോൾ രണ്ടുപേരും കൊമ്പ് കോർത്തു. സാമൂഹ്യ ജീവിതത്തിന്റെ അടിത്തറകളിൽ ബന്ധങ്ങളെ നിലനിർത്തുന്നങ്ങളിൽ ബന്ധങ്ങൾ അകന്നു പോകുന്നൊരു കാലത്ത് ഖുർആൻ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുക? ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന് താൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞപ്പോ നീതിയുടെ പര്യായമല്ലേ ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂ ലുഅലുഅയുടെ കുത്തേറ്റ് കുട്ടൽമാല വെളിയിലോട്ട് ചാടി വെള്ളത്തുണിയിൽ പൊതിപ്പിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തെ ഖബറെടുക്കാൻ എടുത്തപ്പോ സഹാബത്ത് വിലപിച്ച ഒരു വാക്കില്ലേ, ആ കള്ളത്തുണിയിൽ കഫൻ ചെയ്തത് ഉമറിനെയല്ല, അതിൽ കഫൻ ചെയ്തത് ഇസ്ലാമിനെ, എന്റെ നീതിയാണെന്ന് സഹാബത്ത് വിലപിച്ച ഉമറാണ്. ആ കുഫിന സഅദത്തുൽ ഇസ്ലാമി ഫി അക്ഫാനി ഉമർ, ഈ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഖബറടക്കുന്നത് നീതിയാണെന്ന് ചരിത്രം വിലപിച്ച നീതിമാനായ ഉമർ റളിയല്ലാഹു അൻഹു അനീതിക്കാരനെന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. ഓടിച്ചെന്ന് വാളെടുത്തുകൊണ്ട് മണ്ണ് ഉയൈനയുടെ പെരടിക്ക് പിടിച്ച് ഉമർ റളിയല്ലാഹു തആല വാളെടുത്ത് വെട്ടാൻ പോയപ്പോ ഉമറിനതല്ലാതെ മറുപടി ഇല്ലല്ലോ സല്ലല്ലാഹു റളിയല്ലാഹു അൻഹു. നമുക്കറിയാം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദേശം മഹാനായ ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ഉയൈനയുടെ കഴുത്ത് വെട്ടുമെന്ന് ഉറപ്പായപ്പോ കണ്ടുകൊണ്ട് നിന്ന ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചാടി വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കയറി പിടിച്ചു. ഉമറേ, ഇതെന്താണ് കാണിക്കുന്നത്? ഉയൈനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ മദീനയിൽ അവന്റെ ഗോത്രം മടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഹിർറത്ത് ബിൻ ഹുസൈൻ വിട്ട്, എനിക്കത് നോക്കേണ്ട കാര്യമില്ല, ഇവൻ പടച്ചവന്റെ ദീനിനെ കളവാക്കിയവനാണെന്ന് പറഞ്ഞ് തട്ടിമാറ്റിയപ്പോ
പിടിച്ചു നിർത്താൻ, ഇനി ഉമറിനെ പിടിച്ചു നിർത്താൻ 1000 യോദ്ധാക്കൾക്ക് കഴിയില്ലെന്ന് വന്നപ്പോ ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കഴുത്തു വെട്ടാൻ വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കോപാകുലനായി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അവസാനത്തെ അടവ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഉമറേ, അമാ സമയത്തും കൗലല്ലാ, അല്ലാഹുവിന്റെ വാക്ക് നിനക്ക് ഓർമ്മയില്ലേ? എന്നിട്ട് ഖുർആനിലെ ഒരു ആയത്തോതി ഹിർറത്ത് ബിൻ ഹുസൈൻ, ഖുദിൽ അഫ്വ വഅ്മുറു ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, മാപ്പാക്കി കൊടുക്ക്, വഅ്മുറു ബിൽ ഉർഫി, നല്ലതിനെ മാത്രം പറയ്. ഈ ഒരായത്ത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ തുളുമ്പി, കൈകളെ വിറച്ചു, ഊരിപ്പിടിച്ച വാള് കൈകളിൽ നിന്ന് താഴേക്ക് വീണു. അതേപോലൊരു പിശാചിനെ പോലെ കോപത്തിൽ വെല്ലുവിളിച്ച ഉമർ റളിയല്ലാഹു അൻഹു മഹാനായ ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ കൈവിരലിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഉയൈന, മാപ്പാക്കണേ ഉയൈന. ഉമറിന് പെട്ടെന്ന് ദേഷ്യം വന്നു പോയതാണ്. സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹുവിന് ചരിത്രം കൊടുത്ത ഒരു പേരുണ്ട്, വഖാഫുൻ ഇൻദ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ എന്തു പറഞ്ഞോ അവിടെ നിൽക്കുന്ന ആൾ. ഖുർആൻ എന്തു പറഞ്ഞോ, വഖാഫുൻ ഇൻദ കിതാബില്ലാഹ്, പടച്ചവന്റെ കിതാബിന്റെ മുമ്പിൽ അങ്ങനെ തന്നെ നിന്നു പോകുന്ന ആൾ. നമ്മൾ അങ്ങനെയാവണം. ദേഷ്യം വന്നപ്പോ ഒരായത്തോതിയപ്പോ ആയത്തിന്റെ മുമ്പിൽ നിന്നുപോയ അനുസരണയുള്ള ഒരാളായി നമ്മളും ഖുർആനിനെ ജീവിതത്തിൽ സ്വീകരിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുമ്പോ ആ സമയത്ത് ഈ ആയത്തോർമ്മ വരണം. പള്ളിയിൽ വഴക്കുണ്ടാക്കുമ്പോ, കൂടപ്പിറപ്പുകൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോ, ഒരു ഉമ്മയുടെ മക്കൾ തമ്മിൽ തെറി പറയുമ്പോ, ഖുദിൽ അഫ്വ, ഉമറിനെ പിടിച്ചു കുലുക്കിയ ആയത്തുകൾ നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിക്കണം. അല്ലാഹു നമ്മുടെ ജീവിതം അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാലാമത്തെ കാര്യം, സമയത്തിന്റെ പരിമിതി കൊണ്ട് പറഞ്ഞു പോകട്ടെ. നാലാമത്തെ കാര്യം, ഖുർആൻ ഓതുക മാത്രമല്ല, ആ ഖുർആൻ ഓർത്തിട്ട് കരയണം. നാലാമത്തെ കാര്യം ഞാൻ അവസാനിപ്പിക്കാൻ, സമയം കഴിഞ്ഞു, ഞാൻ അവസാനിപ്പിക്കാൻ. എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആൻ ഓതിയിട്ട് കരയണം. രോഗമോർത്തിട്ടല്ല, കടമോർത്തിട്ടല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, കരയണം. കരഞ്ഞ് കവിൾത്തടത്തിലൂടെ കണ്ണുനീരൊലിക്കണം. സഹാബത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരടയാളമുണ്ട്. ഞാനീ പറയുന്ന മുഴുവൻ ഖുർആനാണ്, വേറൊന്നും ഞാൻ ഇതിൻ്റെ വെളിയിൽ നിന്ന് പറഞ്ഞിട്ടില്ല. സഹാബത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, വൈദാ സമീഉ മാ ഉൻസില ഇലർ റസൂലി തറാ അയ്യുനുഹും തഫീദു മിനദ്ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ് യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. വൈദാ സമീഉ മാ ഉൻസില ഇലർ റസൂൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കൊടുക്കുമ്പോ, ആ ഖുർആൻ കേൾക്കുമ്പോൾ തറാഅയ്യുനുഹും, സഹാബത്തിന്റെ കണ്ണിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാം. തഫീദു മിനദ്ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്, ആ ഖുർആന്റെ ആയത്തിന്റെ അർത്ഥം കേട്ടിട്ട് അവരെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് ഒലിച്ചിറങ്ങുമത്രേ. ഖുർആന്റെ ഒരായത്ത് കേട്ടാൽ ആ ഖുർആൻ കേട്ടിട്ട് അവര് കരയും. സഹോദരാ, സഹോദരി, പാട്ട് കേട്ടിട്ട് കരയാറില്ലേ? സിനിമാ പാട്ട് കേൾക്കാറില്ലേ? ആൽബങ്ങളെ കേൾക്കാറില്ലേ? എന്തുകൊണ്ടാണ്? ഖുർആൻ നിങ്ങളുടെ മാധുര്യം നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് ഈ പാട്ടുകളും ആൽബങ്ങളും നിങ്ങളെ സ്വാധീനിക്കുന്നത്. ഒരു മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലിയ നട്ടമേതെന്നറിയോ? ആ നട്ടം സ്റ്റോക്ക് എക്സ്ചേഞ്ച് താഴെ പോയതല്ല, കച്ചവടത്തിന് നഷ്ടപ്പെട്ടതല്ല. ഒരു ഇബാദത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയാത്ത വിധത്തിൽ നിനക്ക് ഈ മാധുര്യത്തെ തടയലാണ്. ഒരു ഇബാദത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയാതിരിക്കുക. നിസ്കാരത്തിനൊരു മാധുര്യമുണ്ട്, ദിക്ർ ചൊല്ലുന്നതിനൊരു മാധുര്യമുണ്ട്, ഖുർആൻ ഓതുന്നതിനൊരു മാധുര്യമുണ്ട്. ആ മാധുര്യം നിന്റെ ഹൃദയത്തിന് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണെന്ന് കരുതിക്കോളൂ. നിനക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്നില്ല, ഖുർആൻ ഓതാൻ കഴിയുന്നില്ല, നിസ്കരിക്കാൻ കഴിയുന്നില്ല,
ഫറോവയുടെ കൊട്ടാരത്തില് മലർത്തിക്കിടത്തിയിട്ട് കുന്നം കുത്തിയിറക്കുമ്പോ വേദന കൊണ്ട് പൊളയുമ്പോ ആസിയ ബിന്ത് മസാഹിം റളിയല്ലാഹു അൻഹ എന്ന പെണ്ണ് എന്നെ കേൾക്കാനെത്തിയ മണക്കാട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് 2010 അൽ ഫുർഖാൻ അക്കാഡമിക്ക് തറക്കല്ലിടുന്ന നേരത്ത് ആദ്യമായി സെൻട്രൽ ജുമാ മസ്ജിദിന്റെ മദ്രസയുടെ മുകളിൽ ഒരു 4 വനിതാ ക്ലാസ് വെച്ച് ഹാഫിളീങ്ങൾക്ക് വേണ്ടി ചോദിച്ചപ്പോ 100 കണക്കിന് പവൻ സ്വർണം ഈ വിനീതന്റെ കയ്യിൽ തന്ന പെങ്ങന്മാർ ഈ മഹല്ലിലുണ്ട്. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ, അവരെ സദഖക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ. പെങ്ങളെ, ജീവിതത്തിൽ ഒരാഗ്രഹം വേണം. പാതിരാ സമയത്ത് 17 വയസ്സുകാരി ആയിഷ റളിയല്ലാഹു അൻഹ ഇസ്തിഗ്ഫാറിനെ ചോദിച്ചതുപോലെ കുന്തം കൊണ്ട് ശരീരത്തിൽ കുത്തിയിറക്കി മാംസം പിളർന്നു മാറി രക്തത്തിൽ പിടയുമ്പോ ആസിയ ബിന്ത് മസാഹിം റളിയല്ലാഹു തആല ചോദിച്ചത് നമ്മളെ വഅദ് പറയാറുണ്ട്, റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന, പടച്ചവനെ ഇതിനു പകരം സ്വർഗത്തിൽ ഒരു വീട് നൽകണേ. അങ്ങനെ അല്ല ചോദ്യം, നമുക്കത് മനസ്സിലാവാത്തതാണ്. അല്ലാഹുവേ, ഈ മർദ്ദനത്തിന് പകരം, ഈ സങ്കടത്തിന് പകരം, ഈ വേദനക്ക് പകരം എല്ലാം ഞാൻ സഹിച്ചോളാം. റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന, എനിക്കൊരു സ്വർഗത്തിലൊരു വീട് വേണമെന്നല്ല, റബ്ബേ ഇൻദക ബൈത, നിന്റെ അടുത്ത് എനിക്കൊരു വീട് വേണം റബ്ബേ. സ്വർഗത്തിലെ ഒരു സാധാരണ വീടല്ല, ആ വീട് നിന്റെ അടുത്തായിരിക്കണം റബ്ബേ. ഞാൻ ജീവിച്ചത് നിനക്ക് വേണ്ടി, ഞാൻ മരിച്ചത് നിനക്ക് വേണ്ടി, ഞാൻ അനുഭവിച്ചത് നിനക്ക് വേണ്ടി, നിസ്കരിച്ചത് നിനക്ക് വേണ്ടി, ഖുർആൻ ഓതിയത് നിനക്ക് വേണ്ടി. അതുകൊണ്ട് ഇൻദക ബൈത, നിന്റെ അടുക്കൽ ഒരു വീട് വേണം. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, സഅൽതിൽ ജിവാറ ഖബിലദ്ദാർ, വീട് ചോദിക്കുന്നതിന് മുമ്പേ അതിന്റെ അയൽപക്കക്കാരനെ ചോദിച്ച ആളാണ് ആസിയ റളിയല്ലാഹു അൻഹ. പെങ്ങളെ, ജീവിതത്തിൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്നില്ലേ? അമാ ഹറംത ഹലാവത ലദ്ദത്തൽ ഇബാദ, ഇബാദത്തിന്റെ രസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയോ? കാര്യമായ തകരാറ് നിങ്ങളുടെ ജീവിതത്തിനുണ്ട്, അത് തിരുത്താൻ തയ്യാറാവണം. ഖുർആൻ കേട്ടിട്ട് കരയണം, ഖുർആൻ കേട്ടിട്ട് കരയണം. സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നു ഉമർ റളിയല്ലാഹു അൻഹു, ഓതി ഓതി യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ റബ്ബിന് മുമ്പിൽ നിന്നെ വിചാരണക്ക് നിർത്തുന്ന നേരം ബോധം കെട്ട് താഴെ വീണു. ബാക്കി പിന്നെ നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ റബ്ബിനെ നീ ഭയക്കുന്ന നേരം അല്ലാഹു ഖുർആൻ ഓതി കരയാൻ, ആ ഖുർആന്റെ ലദ്ദത്തിലൂടെ നടക്കാൻ, ഖുർആൻ ജീവിതത്തിലെ ഏറ്റവും നല്ലതാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ പറയും മനുഷ്യന്മാരെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ സയ്യിദുനാ സഈദ് റളിയല്ലാഹു അൻഹു, സഹോദരങ്ങളെ, 40 വയസ്സ് കഴിഞ്ഞു, 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു. നമ്മൾ ഇന്നലെ നമ്മുടെ ആയുസ്സിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ ബാക്കിയുള്ളത്? എന്താ ഉള്ളത്? എന്ത് നേടി? 40 വയസ്സൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ച്, ഞാനും അങ്ങനെയൊക്കെ തന്നെ, എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ആയുസിൻ്റെ പുറകിലോട്ട് നടക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ചു നടക്കുകയാണ് മരണത്തിലേക്ക്. ആ മരണം ആടി വിളിക്കുന്ന നേരത്ത് നമുക്കൊരു ജീവിതത്തിന് മാറ്റം ഉണ്ടാക്കുന്നില്ല. പടച്ചോനെ, ഖുർആൻ ഓതണം ഇൻഷാ അല്ലാഹ്. ഒരു ദിവസം ഒരു ജുസു ഖുർആൻ ഓതി 30 ദിവസം ആകുമ്പോൾ ഒരു ഖത്തം തീരും. ഒരു ജുസു ഓതാ ഒരു ഹാഫിളിന് 20 മിനിറ്റ് മതി, അല്ലാത്തവർക്കൊരു 30 മിനിറ്റ് മതി. ഒരു ദിവസം ഒരു 30 മിനിറ്റ് ഖുർആനിന് വേണ്ടി മാറ്റി വെക്ക്. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് പറയും. അലിഫ് 90 നന്മ, ലാം 90 നന്മ, മീം 90 നന്മ. ഈ അര സെക്കൻഡ് കൊണ്ട് ഞാൻ ഏതാണ്ട് 270 നന്മ എഴുതി. ഇത്രയും പ്രതിഫലം ലോകത്ത് വേറെ ഒരു അമലിനുമില്ല. യാസീൻ എന്ന് ഓതിയാൽ 300 നന്മ. 2 റക്അത്ത് നിസ്കരിക്കാൻ എത്ര സമയം വേണം? യാസീൻ ഓതിയാൽ നന്മയാണ്. നമ്മുടെ മീസാനെന്ന ത്രാസിൽ ഭാരം കൂട്ടാൻ ഇത്രയും നല്ലതൊന്നുമില്ല. അതുകൊണ്ട് ഖുർആനിനെ സ്നേഹിക്കുകയും
അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ കൂടെ നിഴല് പോലെ നടന്ന സഹാബിയാണ്. മരണാസന്നനായി സക്കറാത്തിന്റെ വേദനയിൽ കിടക്കുമ്പോ തൻ്റെ തല ഭിത്തിയിലേക്ക് ചാരി വെച്ച് മഹാനവറുകളെ കരയുന്നത് കണ്ടപ്പോ മകനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉപ്പാ എന്തിനാണ് മരണനേരത്ത് നിരാശയോടെ കരയുന്നത്, എന്തിനാണ്? അമാ ബശറക റസൂലുള്ളാഹി ബികദാ വകദാ, ഹബീബായ നബി തങ്ങൾ നിങ്ങളോട് ഇങ്ങനെ പല കാര്യം പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂല് നിങ്ങളെ സന്തോഷിപ്പിച്ചതല്ലേ, എന്തിനാണിപ്പോ ഇങ്ങനെ കിടന്ന് കരയുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ അബ്ദുള്ള, ഒരു മുഅ്മിനായ മനുഷ്യന് പരലോകത്ത് ചെല്ലുമ്പോ ഏറ്റവും ആശ്വസിക്കാനുള്ളത് മറ്റൊന്നുമല്ല, അവ്വലുമാൻ ഉഇദ്ദുൽ അബ്ദി യൗമൽ ഖിയാമത്തി അന തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കലിമയുടെ പേരിലാണ് ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിച്ചിട്ട് ഒരിക്കലെങ്കിലും സ്വർഗത്തിലെത്തിക്കുമല്ലോ എന്ന പ്രതീക്ഷയാണ് ഒരാൾക്കുള്ളത്. എന്നിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, മോനെ അബ്ദുല്ലാ, എൻ്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അവസാന നേരത്തെ മരണാസന്നനായ ഒരു വാപ്പ മകനുമായിട്ടുള്ള സംഭാഷണമാണ്. എത്രമേൽ ഇസ്ലാമിനെ സ്വീകരിച്ച കുടുംബമാണ്. മോനെ, എൻ്റെ ജീവിതത്തിൽ, ഉപ്പാന്റെ ജീവിതത്തിൽ 3 ഘട്ടം കടന്നു പോയിട്ടുണ്ട്. ഒന്നാമത്തെ ഘട്ടം ഏതെന്നറിയോ? ഊരിപ്പിടിച്ച വാളും മരക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ച് എവിടെയെങ്കിലും വെച്ച് തരം കിട്ടിയാൽ മുഹമ്മദിന്റെ കഴുത്തറക്കണമെന്ന് കരുതി ഊരിപ്പിടിച്ച വാളും അരക്കെട്ടിലൊളപ്പിച്ച് അള്ളാന്റെ റസൂലിനെ കാത്ത് ഞാൻ പതുങ്ങിയിരുന്ന നേരമുണ്ട്. എവിടെയെങ്കിലും വെച്ച് തരം കിട്ടിയാൽ കൊടല് കുത്തിപ്പിളക്കണം, കഴുത്തറക്കണമെന്ന് പറഞ്ഞെന്റെ ഊരിപ്പിടിച്ച കടാറ ഞാൻ ഒളിപ്പിച്ചു വെച്ച് മദീനയിൽ നടന്ന കാലം. ആ സമയത്തെങ്ങാനും ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, എൻ്റെ ഹബീബിനോടുള്ള അടങ്ങാത്ത വൈരാഗ്യത്തിൻ്റെ ആ കാലത്ത് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ നേരെ കത്തിക്കാളുന്ന നരകത്തിലല്ലേ മോനെ പോവുക. പക്ഷേ അത് സംഭവിച്ചില്ല. ഹബീബായ നബി തങ്ങൾ വന്നു, ഞാൻ മുസ്ലിമായി, എൻ്റെ ഹബീബിൻ്റെ കൂടെ അള്ളാന്റെ ദീനിനു വേണ്ടി നെടല് പോലെ നടന്നു. എൻ്റെ ഹബീബിനെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടു. എൻ്റെ ഹബീബ് വഫാത്തായി. ആ സമയത്ത് വഫാത്താവാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ ഒരവസ്ഥയിൽ ഞാൻ വിട പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നേരെ സ്വർഗത്തിലേക്ക് പോകുമായിരുന്നല്ലോ. പിന്നീട് ഞാൻ എൻ്റെ ഹബീബിൻ്റെ വഫാത്തിന് ശേഷം ജീവിച്ചു. മുസ്ലിമീങ്ങളുടെ ഭരണമേറ്റെടുത്തു. ധാരാളം ഉത്തരവാദിത്വമുണ്ടായി. ഇപ്പോൾ ഞാനിതാ മരണത്തെ കാത്തു കിടക്കുന്നു. ഞാനിപ്പോൾ മരിച്ചാൽ എനിക്ക് സ്വർഗമാണോ അതല്ല നരകമാണോ എന്നെനിക്ക് നിശ്ചയിക്കാൻ കഴിയുന്നില്ല മോനെ അബ്ദുള്ള. എന്നാ പിതാവും മരണാസന്നനായി കടന്നതിന് ശേഷം അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, അൽ ഫുർഖാൻ ഖുർആൻ അക്കാദമി എന്തിന്, ഈ ഹാഫിളീങ്ങൾ എന്തിന്, ഇതിനു വേണ്ടി സമ്പത്ത് ചെലവഴിച്ചതെന്തിന്, ഈ പരിപാലന സമിതി ഇതിനെ നിലനിർത്തിയതെന്തിന്, ഈ കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഈ പള്ളിയിൽ ഇത്രയേറെ മുത്തഅല്ലിമീങ്ങൾ എന്തിന്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, അതിനാണ് ഞാൻ മറുപടി പറയുന്നത്. ഒരു മിനിറ്റ് 5 മിനിറ്റ് ഇപ്പൊ അത് കൊടുക്കരുത്. പറയുകയാണ്, മോനെ അബ്ദുള്ള, ഇതാനമിത്തു, നിന്റെ ഉപ്പയായ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അലുമറയിട്ട് കരയുന്ന പെണ്ണുങ്ങള് എന്നെ മയ്യത്തിന്റെ അടുക്കൽ കൊണ്ടുവരരുത്. അന്നത്തെ കാലത്ത് വാടകയ്ക്ക് പെണ്ണുങ്ങളെ കരയാൻ കൊണ്ടുവരും. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ എന്റെ മയ്യത്തിന്റെ അടുക്കൽ കൊണ്ടുവരരുത്. വലാനാറാ, തീയും കൊണ്ടുവരരുത് മക്കളെ. അവസാനത്തെ സക്കറാത്തിൽ പിടയുമ്പോ, അവസാനത്തെ ശ്വാസം വലിക്കുമ്പോ
കൈകാലുകൾ മുറുകുമ്പോ, നെറ്റി വയർക്കുമ്പോ, ചുണ്ട് തടിക്കുമ്പോ, നാവ് കുടയുന്ന നേരത്ത് ഒരു വാപ്പ മകനോട് പറയുന്ന വാക്കാണ്, സാധാരണ വാപ്പയല്ല. ഹബീബായ നബി തങ്ങളുടെ സഹാബി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണിത്. സോറി, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മോനെ, ഇദാ അനമിത്തു, ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ ഫസന്നു അലയ്യ തുറാബ സന്നാ, എൻ്റെ കബറിലേക്ക് പിടിമണ്ണ് നിങ്ങൾ വാരിയിട്ട് മൂട് പലക വെച്ചിട്ട് കബറടക്കി എൻ്റെ മുകളിൽ നിങ്ങൾ വെള്ളമൊഴിച്ചു എല്ലാവരും കബറടക്കി കഴിഞ്ഞാൽ മോനെ അബ്ദുല്ലാ, വതുൻഹറു ജസൂറാ വതുഖ്സമു ലഹ്മുഹാ, ഒരു ഒട്ടകത്തെ അറുത്ത് അതിനെ മാംസം കഷണമാക്കി അതിനെ വിതരണം ചെയ്ത് തീരുന്ന സമയം വരെ നിങ്ങളെൻ്റെ കബറിൻ്റെ അടുക്കൽ ഇരിക്കണേ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വതുൻഹറു ജസൂറാ, ഒരൊട്ടകത്തെ അറുത്ത് അതിനെ മാംസം കഷണമാക്കി അത് വിതരണം ചെയ്യുന്ന സമയം വരെ എൻ്റെ കബറിൻ്റെ അടുക്കൽ നിങ്ങളൊന്നിരുന്നേക്കണേ. എൻ്റെ മോനെ, നിങ്ങൾ എൻ്റെ കബറിൻ്റെ മുകളിലുണ്ടെന്നുള്ള ഉറപ്പില്, ആശ്വാസത്തില് താഴെ കിടന്ന് ഞാൻ മലക്കുകൾക്കും മറുപടി പറയട്ടെ, എന്നെ കബറിൽ ഒറ്റയ്ക്കാക്കി മയ്യത്തടക്കിയ ഉടനെ നിങ്ങൾ പോകരുതെന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അംർ ഇബ്നുൽ ആസിന് കബറിൽ കിടക്കുന്ന നേരത്ത് പോകരുതെന്ന് പറയണമെങ്കിൽ നമ്മുടെ മക്കൾ ഇരിക്കുമോ? കബറടക്കി കഴിഞ്ഞാൽ അവരവരുടെ വഴികളിലേക്ക് പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മണ്ണിട്ട് മൂടി മൂടുപലകയുടെ മുകളിൽ അടയാളം വെച്ച് സ്വന്തം മക്കൾ പോലും അല്പനേരം കാത്തു നിൽക്കാത്ത ഒരു കാലത്ത്, ആറടി മണ്ണിലോട്ട് കിടക്കുന്ന നേരത്ത് നിങ്ങളുടെ ജീവിതത്തിലെ അനൽ ഖുർആനുല്ലദി അസ്ഹർത ലൈലക, ഖബറിലൊരു കൂട്ടുകാരനുണ്ട്, അത് ഖുർആനാണ്. ഖബറിലൊരു കൂട്ടുകാരനുണ്ട്, നിങ്ങൾ പോറ്റി വളർത്തി ഹാഫിളീങ്ങളാണ്. നിങ്ങൾ ഭക്ഷണം കൊടുത്ത്, നിങ്ങൾ സംരക്ഷിച്ച്, നിങ്ങളുടെ സമ്പത്ത് കൊടുത്ത്, നിങ്ങളുടെ ദുആയിലൂടെ നിങ്ങളെ വളർത്തി ഹാഫിളീങ്ങൾ. അവർ രാപകലില്ലാതെ ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, മരണശേഷമുണ്ടാവും. തീർച്ച എന്ന ഒരേ ഒരു കാര്യം പറഞ്ഞ് അൽ ഫുർഖാനിനെ നിങ്ങൾ നിലനിർത്തണം. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ 13 വർഷക്കാലമായി ഇതിനെ നിങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. അന്ന് ഇങ്ങനൊരു തുടക്കം കുറിക്കുമ്പോൾ, സ്ഥലത്തിന് പോയി ചോദിക്കുമ്പോൾ, ആ സ്ഥലം വാങ്ങിക്കാൻ പറ്റാത്ത തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറകെ അൽഫ ഹാജിയാർ, ഞാൻ അദ്ദേഹത്തെ ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ പറയാമായിരുന്നു എന്തെങ്കിലും കിട്ടിയിട്ടാണ്. അങ്ങനെയാണല്ലോ, നമ്മളൊരാളെ കുറിച്ച് നന്മ പറഞ്ഞാൽ അപ്പോഴേ നമ്മൾ പറയും വലക്കത് അമുറു അലല്ലഹീമി യസുബ്ബുനി ഫമലൈതു സമ്മത ഖുൽതുലായ ഇനീനി. ആ മനുഷ്യൻ ഷുഗർ ഹൈ ആയിരിക്കുന്ന സമയത്ത് ഇൻസുലിൻ്റെ ബോക്സും കയ്യിൽ കൊണ്ടുവന്ന് ആ ഇൻസുലിൻ എടുത്ത് ഭക്ഷണം കഴിച്ച് അദ്ദേഹം കാത്തു നിന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ബഷീർ സാറിനൊക്കെ നന്നായിട്ടറിയാം, അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഇടവും വലവും നിന്നവരാണവർ. ഇന്നിവിടെ എത്തുമ്പോൾ അന്നിവിടുത്തെ ഒരു വലിയ യുവനിര അതിന് പ്രോത്സാഹനം തന്നു. പലപ്പോഴും ഞാനിത് വേണ്ടാന്ന് പറഞ്ഞ് വിട്ടുപോകാൻ പോകുമ്പോൾ ഈ നിൽക്കുന്ന ചെറുപ്പവരെ പേര് പറഞ്ഞാൽ ഒത്തിരി പറയണം, ബദരീങ്ങളുടെ അത്രയാണ്. അതുകൊണ്ട് അന്ന് ഈ നിൽക്കുന്ന യുവ ചെറുപ്പക്കാർ പ്രോത്സാഹനം നിന്ന് കൂടെ നിന്നു. അൽ ഫുർഖാനിൽ 100 കണക്കിന് ഹാഫിളീങ്ങളുണ്ടായി. അള്ളാഹു അതിനെ സ്വീകരിക്കട്ടെ.